പ്രകൃതി ചികിത്സയ്ക്ക് എൻ്റെ ഒരു ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ട് രാധാകൃഷ്ണൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു സംഭവമാണ്, നമുക്ക് വല്ല മുറിയോ എന്ത് കാര്യമായാലും പ്രകൃതി ചികിത്സയിൽ അതിന് ഓപ്ഷൻ ഉണ്ടെന്ന്. എൻ്റെ കൈ ഞാൻ ഇപ്പോൾ മടാളായിട്ട് അത്യാവശ്യം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഈ ഇലയും അതുപോലെ ചുള്ളിക്കമ്പൊക്കെ. അതിൻ്റെ ഇടയിൽ നല്ല അടിപൊളി മുറിയായിട്ട്, അടിപൊളി മുറി എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ തന്നെ. എന്താ സ്റ്റൈല്, ഇത് അത്യാവശ്യം വെട്ട് കുടുങ്ങിയിരിക്കുന്നു. ഇത് അത്യാവശ്യം ആഴത്തിലേക്ക് പോയി, ഇത് വലിയ ആഴല്ല. അപ്പം അങ്ങോട്ട് ചോരയിട്ട് വന്ന്, ഇതിപ്പോൾ മുറി ആയിട്ടും അധികം നേരം ആയിട്ടില്ല. പിന്നെ പതുക്കെ സാധാരണഗതിയിൽ പ്രകൃതി ചികിത്സേൻ്റെ രീതി നമ്മൾ അവലംബിക്കാത്ത സമയത്ത് ചോര കുറേ സമയം വരേണ്ട മുറിയാണിത്. പക്ഷെ ചോര ഒന്ന് വന്നു, പിന്നെ മൂപ്പരുണ്ട് ഉണങ്ങിപ്പോയി. ഇനി ഉള്ളു തോർന്നിട്ട് എന്താ കണ്ടീഷൻ എന്നുള്ളത് നോക്കിയിട്ട് ഓരോരോ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പ്രകൃതി ചികിത്സ ഞാൻ എൻ്റെ ശരീരത്തിൽ പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മുറി ഇപ്പോൾ നാളെ മറ്റന്നാളെ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഇതൊക്കെ തരണ്ടേ? നമ്മൾ എന്തെങ്കിലും വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പ്രാക്ടിക്കലായിട്ടുള്ള റിസൾട്ട് തരണ്ടേ? അതിനുള്ള ദൈവം അഷ്ടരത്നങ്ങൾ മുതൽ 700-800 കോടി ആത്മാക്കൾ ഇവിടെ ഉള്ളത്, അവർക്കൊക്കെ ശരീരം തന്നിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അഷ്ടരത്നങ്ങൾ, എന്തുകൊണ്ടാണ് സാധാരണ രീതിയിലുള്ള ആത്മാക്കൾ ആ ജീവജാലങ്ങളായി മാറുന്നത് മനുഷ്യൻ എന്ന കാര്യം നമുക്ക് ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്, വേദിയാണ് ഈ പറഞ്ഞ യൂട്യൂബ്. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ മാത്രം ഇട്ടാലും അത് കുറച്ച് പേരെ കാണുമല്ലോ. യൂട്യൂബ് വേണമെങ്കിൽ ആർക്കും വേണമെങ്കിൽ കാണാം. കാണാത്തത് ആരുടെയും കുറ്റമൊന്നുമല്ല, കാണാതിരിക്കുന്ന ആരുടെയും കുറ്റമല്ല. നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ളത് അപ്ലോഡ് ചെയ്യും. അത് ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാവും ചിലർ കാണുക, ചിലർ കുറച്ചധികം കാലം കഴിഞ്ഞിട്ടാവും കാണുക. നമ്മൾ കുഞ്ഞികൃഷ്ണൻ വന്നാലും കാണണ്ടേ, കുഞ്ഞികൃഷ്ണനും കാണണ്ടേ, പ്രാക്ടിക്കലായിട്ടുള്ള റിസൾട്ട് കൊടുക്കണ്ടേ? കൃഷ്ണനും രാധയ്ക്കും റിസൾട്ട് കൊടുക്കണ്ടേ? ഞാൻ ആ മടാലായിട്ട് വെട്ടുമ്പോൾ തന്നെ ഞാൻ തന്നെ നന്നായിട്ട് നല്ല മൂർച്ചയൊക്കെ ആക്കിയിട്ടോ വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ തന്നെ ആലോചിച്ചിരുന്നു, അച്ഛനീ എൻ്റെ ഇടയിൽ 1-2 തവണ കൈ തട്ടാതെയൊക്കെ സ്ലിപ്പായി പോയി. പക്ഷെ പിന്നത്തെ ഒരു വെട്ട് നല്ലൊരു വെട്ടാണ് കുടുങ്ങി, അത്യാവശ്യം നന്നായിട്ട് മുറിയായിട്ടുണ്ട്. ആ സമയത്ത് വളരെ പെട്ടെന്ന് ചോര അങ്ങോട്ട് വരികയും ചെയ്തു. പിന്നെ അത് അതേപോലെ സ്റ്റോപ്പാവുകയും ചെയ്തു. ഞാൻ ഒന്ന് കഴുകി കളഞ്ഞു. അപ്പോൾ പുറമേയുള്ള ആദ്യത്തെ ചോരയൊക്കെ കുറച്ചുകൊണ്ട് പോയി. പിന്നെ കണ്ടോ ഇപ്പം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രാക്ടിക്കലായിട്ടുള്ള റിസൾട്ട്. ചോരണ്ട്, ഇനി ഇതിൻ്റെ ക്യൂർനെസ് നോക്കിയാൽ മതി. ഇത് നമ്മൾ കെട്ടൂല, ഇതിലേക്ക് വേണ്ടിയിട്ട് പ്രത്യേക സ്പ്രേകളോ കാര്യങ്ങളോ അപ്ലൈ ചെയ്യൂല. നാച്ചുറലായിട്ടുള്ള എന്ത് വേണമെങ്കിലും ഉപയോഗിക്കട്ടോ. ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു മുറി കൂടി പറഞ്ഞൊരു മരുന്നുണ്ടായിരുന്നു, അത് പ്രകൃതിൻ്റെ ആണല്ലോ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ കൂടെ ഇട്ടിച്ചു. പിന്നെ നോക്കുമ്പോൾ അതല്ലാതെ തന്നെ ഇത് നിന്ന നല്ല വേദന ഉണ്ട്. ആഹാ, സഞ്ചാരം നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു റിസൾട്ട് എത്ര സമയം കൊണ്ട് മാറും, അത് എത്രത്തോളം അതിൻ്റെ പാടുകൾ വരെ പോവും എന്ന കാര്യം ഞാൻ കാണിച്ചത് ഇടത്തെ കയ്യിലാണ്. ഇന്നത്തെ ഡേറ്റ് 24-ാം തീയതി, 24 ജനുവരി 2025. വെട്ട് കിട്ടിയത് കണ്ടല്ലോ അല്ലേ കയ്യിന്. അപ്പോൾ ഞാൻ പ്രകൃതി ചികിത്സയിലുള്ള ഇതാകുമ്പോൾ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് സ്റ്റിച്ചല്ല മറ്റേ എന്താ പറയുക, ഓരോന്നൊക്കെ ഉണ്ടല്ലോ അവിടുന്ന് ഒഴിക്കുക, ലോഷനും മറ്റു കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ടൊരു കെട്ടൊക്കെ കെട്ടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി അയച്ച് ക്ലീൻ ചെയ്ത് വീണ്ടും കെട്ടി. ഈ പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കണില്ലേ, ഇത് അതേപോലെ അതേ കണ്ടീഷനിലെ. അതാണ് പ്രകൃതി ചികിത്സയുടെ ഒരു പ്രാക്ടിക്കൽ വശം. വലിയ ആക്സിഡൻ്റൊക്കെ വന്നാൽ നമ്മൾ പോകില്ലെന്നോ അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകില്ലെന്നോ കൊണ്ടുപോകണ്ടെന്നോ അല്ല കേട്ടോ. ഇത് ചെറുതാണ്. ഇനി വലുത് വരികയാണെങ്കിലും ഞാൻ എൻ്റെ മനോധൈര്യം
എനിക്ക് ആ സമയത്ത് ഒരു പ്രകൃതി ചികിത്സയുടെ ഡോക്ടറുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കാണിക്കുന്ന ഡോക്ടറിനെ ആ സമയത്ത് സഹായിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ ചികിത്സ എടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാൻഡേജ് ഇടാൻ ഞാൻ സമ്മതിക്കുള്ളൂ എന്നേ. അല്ലാത്ത സമയത്ത് ഞാൻ എന്ത് കേസ് വന്നാലും, ഭൂകമ്പം വന്നിട്ട് പീസായാലും ശരി, ജീവൻ ബാക്കിയുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ഗുരുവായൂരുള്ള പ്രകൃതി ചികിത്സയുടെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകൂ, ജയന്തി ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകൂന്നേ ഞാൻ പറയുള്ളൂ. ആ ജയന്തി ഡോക്ടർ എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ആ സമയത്ത് അയ്യോ അത് ക്രിട്ടിക്കൽ സ്റ്റേജാണ്, അത് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ശരി നിങ്ങൾ ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോയിക്കൊള്ളുന്നവർ. അല്ലാന്നുണ്ടെങ്കിൽ ജയന്തി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നേ ഞാൻ പറയുള്ളൂ. കാരണം നല്ല നല്ല നിർദ്ദേശങ്ങൾ കിട്ടി. ഇത് എൻ്റെ പ്രകൃതി ചികിത്സയുടെ പാത, ആ ട്രാക്ക് ഒന്നും കൂടെ ക്ലിയറാക്കി വരണം. ഇനിയും കുറേ ഡയറക്ഷൻസ് കിട്ടാണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ ക്ലിയറായി പോവും. അതിൻ്റെ ഒരു വലിയൊരു റിസൾട്ട് കിട്ടാൻ പോകുന്നത് എൻ്റെ ശരീരത്തിൽ തന്നെ നല്ല റിസൾട്ട് വരും. ശരീരത്തിൽ, മുഖത്ത്, എല്ലാം കൊണ്ടും റിസൾട്ട് വരും. ഫുൾ റിസൾട്ട് നമുക്ക് നമ്മുടെ എല്ലാം കൊണ്ടും. ഇപ്പോൾ നമ്മുടെ മുഖം കാര്യങ്ങളൊക്കെ കാണുന്ന കുറേ ആളുകളുണ്ടല്ലോ. ഇന്നിപ്പം ചോദിച്ച ചോദ്യമാണ്, എന്താടോ എന്തുപോലെ ഉണങ്ങി എങ്ങനെയായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ റിസൾട്ട് നമുക്ക് ഇതിൻ്റെ കാഠിന്യത്തിൽ തിരിച്ചറിയാൻ പറ്റും കേട്ടോ. ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ആദ്യം ഈ മുറിയിട്ട് നല്ല മുറിയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് പ്രകൃതി ചികിത്സയുടെ പുതിയ സാത്വികമായ ഭക്ഷണം പ്രകൃതി ചികിത്സയിലൂന്നി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ റിസൾട്ട് തീർച്ചയായിട്ടും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയൊരു അവകാശമാണ്, ഒരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. അത് ഞാൻ എന്തായാലും പൊതുജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കും. അത് ഇന്ന് കണ്ടവരും എപ്പോഴെങ്കിലും അതൊരു പ്രാക്ടിക്കൽ വശമാണെങ്കിൽ നാളെ മറ്റന്നാളോ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ ഇതിൻ്റെ മുറിയുടെ മാത്രമല്ല കേട്ടോ, അതിനൊക്കെ അനുവർത്തിക്കുന്ന ഈ ഒരു രീതി, അത് വെച്ചിട്ടുള്ള റിസൾട്ട്, കുറേ കാര്യങ്ങൾ. എനിക്ക് ഒരുപാട് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്. ഒന്ന് ബോഡിയെ ക്ലാരിറ്റി ചെയ്യണം, പിന്നെ അതേപോലെ ജീവിതത്തെ ക്ലാരിറ്റി ചെയ്യണം. ജീവിതത്തിൽ കുറേ മിസ്റ്റേക്സുകൾ വന്നിട്ടുണ്ട്, അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. ഇതൊക്കെ ചെയ്തുകൊണ്ട് 37-38 ഒരു 5 വർഷം മുന്നേ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 32 ആകുമ്പോൾ തുടങ്ങിയതാണെന്ന് തോന്നുന്നു ഈ പ്രകൃതി ചികിത്സയും അതുപോലെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. മാമൻ പറഞ്ഞ പോലെ എന്ത് 20 മുറി 30 60 40 എന്നാ പറയാം. അപ്പോൾ ഇപ്പം മുറിക്കണ സമയമാണ്. ഓരോന്നായിട്ട് മുറിച്ച് കൊണ്ടുപോയി. ഇനി 60 എന്ന് പറഞ്ഞാൽ 40 എന്ന് പറഞ്ഞാൽ 40-ാമത്തെ വയസ്സിൽ 60 കിട്ടുന്നല്ല, 40 45 50 ഒക്കെ ഇടയിലാകുമ്പോഴേക്കും നമ്മളൊരു സ്ഥിരമായ സ്റ്റേജിലേക്ക് എത്തും. അത് അമ്മാവൻ പറഞ്ഞ ഒരു മെത്തേഡാണ്. ഏത് വ്യക്തിയിലാണെങ്കിലും അവസ്ഥ അതാണ്. എന്ത് 20 മുറി 30 അറിവ് 40. എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാത്തൊരു കാലഘട്ടമാണ് എന്ത് 20 മുതൽ 30 35 വരെയെന്ന് പറയാൻ ശരിക്കും. മുറി 30 എന്ന് പറഞ്ഞാൽ 30 മുതൽ 35 മുതൽ 40 45 വരെയെന്നും പറയാം. 60 40 എന്ന് പറഞ്ഞാൽ ശരിക്കും 40 45. അത് ഓരോരുത്തരുടെ ബുദ്ധിയുടെ തലത്തിനനുസരിച്ച് ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരട്ടെ. ചിലരുടെ 30 വയസ്സിൽ പക്വത എത്തുന്നത് ചിലത് 25 വയസ്സിലേ പക്വത ആയിട്ടുണ്ട്. 30 വയസ്സിലെത്തേണ്ട പക്വത ചിലർക്ക് 25 വയസ്സിലായിട്ടുണ്ട്. ചിലർക്ക് പക്വത 60 ആയാലും ആവൂല. അങ്ങനെയുണ്ട്. അപ്പോൾ
ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വായിൽ തോന്നിയത് കൊതക്കിപ്പട്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പം നമ്മുടെ ഈ മൂവിയുടെ റിസപ്റ്റിന് നല്ല വേദനയുണ്ട്. വേദനയ്ക്ക് വേദന കണ്ടിട്ട് നാഡീകോശങ്ങളിലൂടെ സന്ദേശങ്ങൾ ഇങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് തലച്ചോറിലേക്ക്. വല്ലതും കാണുന്നുണ്ട്. കയ്യിലൊരു മുറിയുണ്ട്, ആ മുറിയിലേക്ക് വേണ്ട പ്രോട്ടീൻസും ഘടകങ്ങളും ഒക്കെ മറ്റേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം എന്നല്ല ബോഡി, അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് കൊടുക്കുന്ന നിർദ്ദേശം. ഉപബോധ മനസ്സ് നിർദ്ദേശം കൊടുക്കുകയാണ് ബോഡിയിൽ എവിടേക്കാണ് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത്, അവിടെ നിന്നൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റ് ലോറിയിലാക്കിയിട്ട് കൊണ്ടുപോവുക, നേരെ മുറിയിലേക്ക് കൊടുക്കുക. അത് ആൻറ്റിബോഡികൾ അത് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഊതിക്കൊണ്ടേയിരിക്കും, അതിനെ വേഗം ക്ലിയറാക്കി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെ ഫുള്ള് ബോഡിയിലെ മൊത്തം കോശങ്ങളിലേക്ക് സന്ദേശം എത്തിച്ച്. അതാണ് ഈ വേദന. അത് നേരെ തലച്ചോറിലേക്ക് എത്തി. തലച്ചോറിൽ നിന്ന് സന്ദേശം നേരെ ബോഡി ഫുൾ കോശങ്ങളിലേക്കും പോയി. എവിടേക്കാണ് ആൻറ്റിബോഡി ഉള്ളത്, എവിടേക്കാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, പല്ല്, എല്ല്, കണ്ണ്, മൂക്ക്, നാക്ക്, രോമം എവിടൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെ ഈ സാധനം വീണ്ടും ബ്ലഡിൽ കയറ്റി പല സ്ഥലത്തുനിന്ന് ലോഡാക്കുന്ന ഫുള്ള് ബ്ലഡിൽ കൂടിയാണ്. ബ്ലഡിലേക്ക് കയറ്റി അത് നേരെ ഇവിടെ ഇതിലേക്ക് കൊണ്ടുപോയി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ണുണ്ട്, പണി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മുറീനെ ഉണക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആര്? ഉപബോധ മനസ്സ് പവർഫുള്ളാണെങ്കിൽ ഈ പണി നടന്നുകൊണ്ടിരിക്കും. ഉപബോധ മനസ്സിന് ഒരു സെക്കൻഡ് പോലും ഒഴിവില്ല, അവൻ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ ബോഡിയിലായതുകൊണ്ട് ഈ ബോഡിയിൽ ആണ് ഫുൾ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ബോഡിക്ക് വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അപ്പോൾ അതിന് തലച്ചോറിൽ നിന്ന് ഇങ്ങനെ നിർദ്ദേശം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെയാണ് തലച്ചോറിലും ഉണ്ടാകും കുറേ ആൻറ്റിബോഡികൾ. പിന്നെ എന്തൊക്കെ എലമെൻറ്റ്സ് വേണം മുറി ഉണങ്ങാൻ, അതൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മറ്റേ നിംസിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് തിരഞ്ഞെടുക്കലല്ല. സാധാരണക്കാർ നേച്ചുറോപ്പതിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളോ അറിയാതെ വളരെ ക്ഷീണിതനായ ഒരു വ്യക്തിക്ക് ഇത്ര പോലും വലിയൊരു മുറിയായി കഴിഞ്ഞാൽ അയ്യോ എന്നും പറഞ്ഞ് തലറ്റി വീഴും. അവൻ്റെ ചോര നിൽക്കുകയില്ല. അവനെ നേരെ എന്ത് ചെയ്യും, പോയി വല്ല മിംസിലോ മറ്റൊരിടത്തോ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വേണ്ട ഡോക്ടറെ കൊടുത്ത് സ്പ്രേ അടിക്കുന്നത്, അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എന്തായാലും ബോഡിയുടെ ഹെൽപ്പ് വേണം. ബോഡിയുടെ ഹെൽപ്പ് അപ്പം ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ പുറമേയുള്ള എക്സ്റ്റേണലായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ മാത്രം പോരാ. ബോഡി, ഉപബോധ മനസ്സ്, ആ സാധനം ഉണ്ടെങ്കിൽ അവിടെ റിപ്പയറിങ് എടുക്കുകയുള്ളൂ. പെട്ടെന്ന് വല്ല വിധത്തിൽ ആക്സിഡൻ്റ് ആയിട്ട് ബോഡി തലച്ചോറ് പൊട്ടി ആൾ മറിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ റിപ്പയറിങ് ഉണ്ടോ? ഇല്ല. ആണ് പറഞ്ഞപ്പോൾ ആൾ മരിക്കാത്ത സമയത്ത് റിപ്പയറിങ് ഇപ്പോൾ ഫുൾ ടൈം റിപ്പയറിങ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ബോഡിയിൽ ഫുള്ള് റിപ്പയറിങ്, ക്ലീനിങ്ങും ബാക്കി എല്ലാം നടന്നുകൊണ്ടേയിരിക്കും. ഒന്നും കാണില്ല, അതൊന്നും കാണില്ല. കാണുന്നത് എന്താണ്? ഈ സംസാരിക്കുന്നത് കാര്യങ്ങൾ ഇതാണ്. ഇത് വളരെ ചിലരത് വളരെ നല്ലതായിട്ട് തോന്നും, ചിലരത് അത്ര നല്ലതായിട്ട് തോന്നില്ല. പക്ഷെ ഓരോരോ മനുഷ്യനും അത്ഭുതങ്ങളാണ്. ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടികളും ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചേർന്നിട്ടുള്ള ഇതാണ്. ഓരോ മനുഷ്യരും സഹോദരങ്ങൾ തന്നെയാണ്. അതായത് ഭാരതീയരെല്ലാം സഹോദരങ്ങളെന്ന് പറയില്ലേ, അതേപോലെ തന്നെ എല്ലാവരും ദൈവത്തിൻ്റെ കുട്ടികളാണ്. അപ്പോൾ എൻ്റെ ശരീരം ഇവിടെ നടക്കുന്ന പ്രോസസ്സ്, ഇതിൻ്റെ റിസൾട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിച്ചു തരാം. നേച്ചുറോപ്പതി